ഗാസയിലെ ദുരിതാശ്വാസ ക്യാമ്പിന് നേരെ വെടിവെപ്പ്. കുറഞ്ഞത് 30 പാലസ്തീനികൾ കൊല്ലപ്പെടുകയും 175 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയിലെ അമേരിക്കയുടെ സഹായത്തോടെ നടത്തിയ അവശ്യ സാധന വിതരണം നടത്തുന്ന ഒരു കേന്ദ്രത്തിലായിരുന്നു വെടിവെപ്പ്. പാലസ്തീനികളായവർ അവശ്യ സാധനം വാങ്ങാൻ ഇവിടെ എത്തിയിരുന്നു. ഈ സമയത്താണ് ജനക്കൂട്ടത്തിന് നേരെ വെടിവെപ്പ് ഉണ്ടായത്. ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ സഹായ വിതരണത്തിൽ അക്രമം, വെടിവെപ്പ് റിപ്പോർട്ടുകൾ എന്നിങ്ങനെയുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ സൈറ്റുകളിൽ കാവൽ നിൽക്കുന്ന സ്വകാര്യ സുരക്ഷാ കരാറുകാർ ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തിട്ടില്ല എന്നും ഫൗണ്ടേഷൻ പറയുന്നു. എന്നാൽ ഇസ്രായേൽ സൈന്യം തങ്ങൾ വെടിയുതിർത്തതായി സമ്മതിച്ചു. ഗാസയിൽ നടക്കുന്ന കൂട്ടക്കൊലയിൽ അവസാനത്തേതാണിത്. എന്നാൽ അവശ്യ സാധനം വിതരണം ചെയ്തപ്പോൾ ഒളിച്ചിരുന്ന ഒരു കൂട്ടം ഹമാസ് ഭീകരർ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ എത്തിയെന്നും അവരെയാണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യം വെച്ചതെന്നും റിപ്പോർട്ടുണ്ട്. ആരാണ് വെടിവെച്ചതെന്ന് വെളിപ്പെടുത്താതെ 175 പേർക്ക് പരിക്കേറ്റതായി ആശുപത്രി ഉദ്യോഗസ്ഥർ പറയുന്നു. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഡസൻ കണക്കിന് ആളുകളെ ഒരു അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ടർ കണ്ടുവെന്നും റിപ്പോർട്ട് ചെയ്തു. ഫൗണ്ടേഷനിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ പോയ 30 പേരെങ്കിലും ഇന്ന് രാവിലെ കൊല്ലപ്പെട്ടതായി മൃതദേഹങ്ങൾ സ്വീകരിച്ച റെഡ് ക്രോസ് നടത്തുന്ന ആശുപത്രി അറിയിച്ചു. തെക്കൻ മധ്യ ഗാസയിലെ US പിന്തുണയുള്ള ഒരു സംഘം നടത്തുന്ന സഹായ വിതരണ കേന്ദ്രങ്ങളിൽ ഒത്തുകൂടിയ പാലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തുവെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. റാഫയിൽ കുറഞ്ഞത് 30 പേരും അതുപോലെ നെറ്റ്സാരും ഇടനാഴിക്ക് സമീപം ഒരാളും കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ട് ചെയ്തു. US നിർദ്ദേശിച്ച വെടിനിർത്തൽ കരാറിൽ മാറ്റങ്ങൾ വരുത്താൻ ഹമാസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗ്രൂപ്പിന്റെ പ്രതികരണം അസ്വീകാര്യമാണ് എന്നാണ് അമേരിക്കൻ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പറയുന്നത്. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ കുറഞ്ഞത് 54,381 പാലസ്തീനുകൾ കൊല്ലപ്പെടുകയും 1,24,054 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസ ഗവൺമെന്റ് മീഡിയ ഓഫീസ് കണക്കുകൾ അനുസരിച്ച് മരണസംഖ്യ 61,700 കൂടുതലായി. അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചതായും കരുതപ്പെടുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് നയിച്ച ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ 1,139 പേർ കൊല്ലപ്പെട്ടതായും 200-ൽ അധികം പേർ തടവിലാക്കപ്പെട്ടതായും അതിനുശേഷമാണ് ഇസ്രായേൽ ഗാസയെ നരകമാക്കിയ യുദ്ധം തുടങ്ങിയത്. ഗാസയിൽ നിന്നും പാലസ്തീനുകൾ ഒഴിഞ്ഞു പോകണമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആവശ്യം. ഇതിനെല്ലാം കാരണമായത് ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണം തന്നെയാണ്. വടികൊടുത്ത് സ്വന്തം പ്രദേശത്തെ ചാരമാക്കുന്ന തീനാളവും ജൂത പ്രതികാരവും ക്ഷണിച്ചു വരുത്തുകയായിരുന്നു പാലസ്തീനികൾ. ഇതിനിടെ റാഫയിലെ പട്ടിണി കിടക്കുന്ന ജനങ്ങളുടെ പുതിയ കൂട്ടക്കൊലയെ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പാലസ്തീൻ അപലപിച്ചു. പട്ടിണി കിടക്കുന്ന ഗാസയിലെ ജനങ്ങൾക്ക് ആഹാരം നൽകുന്നതിന് പകരം അവർക്ക് ബുള്ളറ്റുകളാണ് നൽകുന്നതെന്നും കുറ്റപ്പെടുത്തി. ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തപ്പോൾ കുറഞ്ഞത് 30 പേർ കൊല്ലപ്പെട്ട സംഭവമാണിത്. ഇത് അന്താരാഷ്ട്ര പങ്കാളിത്തത്തോടെയും അമേരിക്കൻ പങ്കാളിത്തത്തോടെയുമുള്ള ഒരു വംശഹത്യയാണ് എന്നും അവർ പറഞ്ഞു. സംഭവിച്ചത് ഒരു പൂർണ്ണമായ യുദ്ധക്കുറ്റമാണ്. ഇസ്രായേലും US സ്ഥാപിച്ച സഹായ വിതരണ കേന്ദ്രങ്ങൾ മരണക്കെണികളാണ് എന്നാണ് പാലസ്തീനികൾ ദിവസങ്ങൾക്ക് മുൻപ് മുന്നറിയിപ്പ് നൽകി ഇടതുപക്ഷ സംഘടന പറഞ്ഞു. ഈ തുടർച്ചയായ കൂട്ടക്കൊല അവസാനിപ്പിക്കുന്നതിനും ക്രിമിനൽ അധിനിവേശക്കാരെ ഉടൻ പുറത്താക്കുന്നതിനും അറബ് രാജ്യങ്ങൾ ഇടപെടണം. ഉപരോധം ഉടനടി തകർക്കുന്നതിനും അന്താരാഷ്ട്ര അറബ് ഇടപെടലുകൾ അടിയന്തരമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നുവെന്നും പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പാലസ്തീൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.